ഇന്ന് നമുക്ക് കുറഞ്ഞ ചേരുവയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ 1/2 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കൂടെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു കടായിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ പഞ്ചസാര നന്നായി മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ കോൺഫ്ലവറിൻ്റെ മിക്സ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കൈവിടാതെ തുടർച്ചയായി ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായി കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, കുറച്ച് കാഷ്യൂ ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. ഇനി ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇതാ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കൂട്ട് ചൂടോടുകൂടി തന്നെ ഈ പ്ലേറ്റിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതുമായ സ്വീറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.